ഇയാൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. പണ്ട് ഇയാള് ഒരു ദിവസം ഇവിടെ വന്നു. മുത്തശ്ശി തന്നെ പിടിച്ചിരുത്തി പാട്ട് പാടിച്ചതും വരവീണ മൃദുപാണി. നേരം വൈകിയത് നമ്മൾ 3 പേരും അറിഞ്ഞില്ല. തന്റെ അമ്മ പടിപ്പുരയിൽ വന്നതെന്ന് വൈകിയതിനെ തന്നെ വിളിച്ചതും അവിടെ വെച്ച് തന്നെ പുളിവാറലിന് തല്ലിയതും താൻ കരഞ്ഞുകൊണ്ടോടിയതും ഞാനും മുത്തശ്ശിയുടെ മടി കിടന്ന് കരഞ്ഞു. എല്ലാത്തിനും കാരണക്കാരനായവന്റെ കുറ്റബോധം. ഇത്ര നിസ്സാരമായ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടോ? പിന്നെ എനിക്കൊരു പേരുണ്ടായിരുന്നു, അത് മാത്രം പക്ഷേ മറന്നു തോന്നണു. ഓ, ഐ എം സോറി. ഇന്ദുവിനെന്നും ഇഷ്ടമായിരുന്നില്ല ഈ ഇടവത്താൻ വിളികൾ. പിന്നെ തവളക്കണ്ണി എന്നുള്ള ചെല്ലപ്പേരും. ചെല്ലപ്പേരെന്നല്ല പറയാ, ഇരട്ടപ്പേരെന്നാ. ആ, ഇപ്പോഴും ദേഷ്യം വരുമല്ലേ ആ പേര് കേൾക്കുമ്പോ? ആര് വിളിക്കണോ അങ്ങനെയൊക്കെ? വർഷങ്ങൾക്ക് ശേഷം കേൾക്കുമ്പോ ചിരിയാ വരണത്. അന്ന് അവനെ ചൊല്ലിണ്ടാക്കിയ വഴക്കുകളെ കുറിച്ച് ഓർക്കുമ്പോ. അതെ, ഏത് വിഡ്ഢിയാണാവോ ഇത്രയും ഭംഗിയുള്ള കണ്ണുകളുടെ ഉടമയെ അങ്ങനെ വിശേഷിപ്പിച്ചത്? കളിയാക്കണ്ട, ഉള്ള ഭംഗിയൊക്കെ വെച്ച് കഴിഞ്ഞു പൊയ്ക്കോട്ടെ. എന്താ പേടിച്ചോ? മഴ വരണോന്ന് തോന്നണു. വരുന്നൂന്നല്ല, വന്നു 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 വന്നു. അങ്ങോട്ട് ഇറങ്ങണ്ട, ഇടി മിന്നലുണ്ട്. മഴ കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. പുതുമഴയുടെ മണം മണ്ണിന്റെ. ഇന്ദുവിന് കിട്ടുന്നുണ്ടോ? അസുഖം പിടിപ്പിക്കണ്ട, ഇങ്ങനെ കയറി നിൽക്കൂ. എന്നത് കുട്ടികളെ പോലെ പറയണ കേക്കൂ. ശ്രീ ശ്രീ വർഷങ്ങൾക്കപ്പുറത്ത് നിന്നാരോ വിളിച്ചത്. മഴയെ സ്നേഹിച്ച് കുടമടക്കി പിടിച്ച് വഴിനീള മഴ നനഞ്ഞ പഴയ 2 കുട്ടികളെ ഓർമ്മയുണ്ടോ? ചെറുപ്പത്തില് അങ്ങനെ പല ഭ്രാന്തികളും കാട്ടിയിട്ടുണ്ടാവും. ആ ഭ്രാന്തികൾ വീണ്ടും കാട്ടാനായിട്ട് തിരിച്ചു വന്നവനാണ് ഞാൻ. അകത്തെ താമരക്കുളത്തിൽ മഴ വീഴുന്നത് കാണാനായിരുന്നില്ലേ ഒരു കുട്ടിക്ക് ഇഷ്ടം? അപ്പൊ മറന്നിട്ടില്ല ചിലതല്ല, അതോ മറന്നു എന്ന് സ്വയം കരുതിയതിൽ ചിലത് അറിയാതെ പുറത്തു വന്നതാണ്.